Watch India's largest kids library only on Jio Hotstar. Download the app now. ഇത് കണ്ടോ ഗോൾഡൻ കാറ്റർപില്ലർ. ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തെ കാറ്റർ പില്ലറിനെ കാണുന്നേ. ഇതിനെ കാണാൻ ശരിക്കും സ്വർണത്തിനെ പോലെ തന്നെ ഉണ്ട്. അതേ വണ്ടി നിർത്തും, ഇല്ലെങ്കിൽ ഈ കാറ്റർപില്ലർ ചതഞ്ഞു പോകും. പോയി നിങ്ങളെ ഞാൻ വെറുതെ വിടൂല. മോട്ടു ഇത് കണ്ടോ, കാറ്റർ പില്ലർ ഒരു ഗോൾഡൻ കൗക്കോൺ ഉണ്ടാക്കിയിരിക്കുക. കൊള്ളാം, എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയേ. പത്ലു നോക്കൂ, എന്ത് ഭംഗിയുള്ള പൂമ്പാറ്റയാന്ന്. എനിക്ക് തോന്നുന്നു ഇതും സ്വർണത്തിന്റെ ആന്നാ. വാ മോട്ടു, നമുക്കിതിനെ വേഗം പിടിച്ച് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാം. ജഡ്ക പറയും ഇത് സാധാരണ ചിത്രശലഭമാണോ അതാ സ്വർണത്തിന്റെ ചിത്രശലഭമാണോ എന്ന്. ഡോക്ടർ ജഡ്കയ്ക്ക് കാണിക്കാനായി ഈ കൊക്കോണും നമുക്ക് കൊണ്ടുപോയേക്കാം. എന്താ എനിക്കൊന്നും കാണുന്നില്ല. ചിങ്കം സാറേ സോറി, അറിയാതെ പറ്റിയതാ. ഓ വേണ്ട വേണ്ട, നോ സോറി നോ സോറി. എനിക്ക് ശരീരം വേദനിച്ചിട്ട് വയ്യ. മമ്മി, നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യൂ, എന്റെ അടുത്തേക്ക് വന്നൊന്ന് നിൽക്കൂ പ്ലീസ്. നിങ്ങൾ രണ്ടാൾക്കും രണ്ടെണ്ണം തരണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ കിട്ടിയല്ലോ. ബൈ ബൈ, സീ യു. പത്ലു, ആ സ്വർണത്തിന്റെ പൂമ്പാറ്റ എവിടെയാ പോയത്? നമുക്ക് ഈ കൊക്കോൺ ഡോക്ടർ ചഡ്കയെ കാണിച്ചിട്ട് ചോദിക്കാം, ഇത് ശരിക്കുള്ളതാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. സ്വർണത്തിന്റെ പുഴു, സ്വർണത്തിന്റെ പൂമ്പാറ്റ, ഇത് എന്താണ് സംഭവം? പൊളിച്ചെടുത്തല്ലോ, ഇത് ശരിക്കുള്ള സ്വർണമല്ലേ? ഈ സ്വർണത്തിന്റെ പൂമ്പാറ്റ ഉണ്ടാവുന്നതിലൊന്നും അല്ല കാര്യം. ആദ്യം നമുക്ക് ഈ പുഴു എവിടുന്നാ വന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കണം. അവിടെ ഇതുപോലെ ഇനിയും ഉണ്ടാവും. ആ സ്ഥലം കണ്ടുപിടിച്ച പിന്നെ നമ്മളെല്ലാവരും സ്വർണം കൊണ്ട് അമ്മാനമാടും. നമ്മള് കോടീശ്വരന്മാരാവും ചങ്കുകളെ. ഇല്ല, ഇത് ഫുർഫുറി നഗരത്തിന്റെ സ്വന്തമാണ്. ആ സ്വർണ്ണ ചിത്രശലഭത്തെ കണ്ടുപിടിച്ച് ഈ നഗരത്തിന് ഏൽപ്പിക്കണം. എന്നാലേ ഈ നഗരത്തിന് പുരോഗമനം ഉണ്ടാവൂ. ശരിയാണ് പറഞ്ഞത്. ആ സ്വർണത്തിൽ നമുക്ക് ഒരു അവകാശവുമില്ല. ഓക്കേ എന്റെ ചങ്ക്, എന്റെ ബ്രോ മുട്ടു,
മോട്ടു ഇതെടുത്തോളൂ. ഇതൊരു കാറ്റർപില്ലർ ട്രാക്കിംഗ് ഡിവൈസ് ആണ്. പില്ലർ ട്രാക്കിംഗ് ഡിവൈസ്. ആ ഇത് കണ്ണിൽ വെച്ചോണ്ട് എവിടെയാണോ നിങ്ങളെ പുഴുവിനെ കണ്ടത് അങ്ങോട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലണം. അവിടുന്ന് ആ പുഴു പോയ വഴി നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ അതെവിടുന്നാ വന്നതെന്ന്. ഈ ട്രാക്കർ ഈ ഗുഹയിലേക്കാണ് പോകുന്നത്. വരൂ നമുക്കകത്ത് പോവാം. തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്വർണ്ണക്കനി ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് അത് പൂട്ടിപ്പോയതായിരിക്കാം. ചിലപ്പോ അതിന്റെ ഫലമായിട്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ ഗോൾഡ് കളറായി മാറിയത്. അല്ല ചങ്ക? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടേ ഇല്ല. നമ്മളിപ്പോ കോടീശ്വരന്മാരാവാൻ പോവാണ്. ആ ഓയ് ബല്ലേ ബല്ലേ, ഓയ് ബല്ലേ ബല്ലേ, ബല്ലേ ബല്ലേ. അതെ, ഈ സ്വർണവും ഈ സ്ഥലവും ഒക്കെ ഫുർഫുറി നഗറിലെ ജനങ്ങളുടെയാണ്. നമുക്ക് ഇത് ചെന്ന് ചിങ്കം സാറിനോട് പോയി പറയാം. ഈ സ്ഥലം നമുക്ക് സിറ്റി മേയറുടെ കയ്യിൽ ഏൽപ്പിക്കാം. ആ അതെ, മോട്ട് പറഞ്ഞത് ശരിയാ. ഈ സ്വർണത്തിന് നമുക്കും യാതൊരു ബന്ധമില്ല. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ഒന്ന് ആലോചിച്ച് പറയ് ഈ സ്ഥലത്തിന്റെ മുതലാളി ആരാണെന്ന്. മൊട്ടുപത്തിലുണ്ടാണ് ബോസ്. ഈ സ്ഥലം അവർക്ക് കിട്ടിയതാണ്. എടാ ബരബണ്ട, ഈ സ്ഥലത്തിന്റെ മുതലാളി ഞാൻ തന്നെയാണ്. ഈ ജോൺ ഇവന്മാരെയെല്ലാം പിടിച്ച് വേഗം കെട്ടിയിടാൻ നോക്ക്. മോഷ്ടിച്ച് തീരുന്നത് വരെ ഇവിടെ കിടക്കട്ടെ. പാർട്ടി പെട്ടെന്ന് റെഡിയാക്ക്. മിഠായി, ചായ, ഡാൻസ് എല്ലാം റെഡിയായിരിക്കണം. ഇന്ന് നമുക്ക് തകർക്കണം. ഹലോ, എന്താ കടയിലെ എല്ലാ മിഠായിയും സമോസയും കൊണ്ടുവരാനോ? എങ്ങോട്ടാ കൊണ്ടുവരേണ്ടത്? എങ്ങോട്ട്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? കാട്ടിന്റെ നടുമധ്യത്തിൽ കൊണ്ടുവരണമെന്നോ? ആദ്യം ഇത് പറയേ, പൈസ തരുമോ ഇല്ലയോ? ചായക്കടക്കാരാ, ചെറിയ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാ മതി. ഞങ്ങളുടെ ബോസിനുണ്ടല്ലോ സ്വർണ്ണ ഖനി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കോടിപതികളാണ്. സ്വർണ്ണ ഖനിയോ? കാട്ടിന്റെ നടുവിലുള്ള ആ ഇരുണ്ട ഗുഹയിലോ? ആ ചായക്കടക്കാരനെതിരെ ഇങ്ങോട്ട് വിളിച്ചത് നിനക്കങ്ങ് പോയി മേടിച്ചാ പോരായിരുന്നു. ഇപ്പൊ നമ്മ കോടീശ്വരന്മാരല്ലേ ബോസ്? നമ്മൾ അങ്ങനെയൊന്നും വെളിയിലോട്ട് പോകാൻ പാടില്ല. നമ്മൾ ഓർഡർ ചെയ്താൽ എല്ലാം ഇങ്ങോട്ട് എത്തിക്കണം. നീയൊക്കെ എന്നെ കുളം തോണ്ടാത്ത വല്ല നേർച്ച ഇട്ടിട്ടുണ്ടോടേ? ഇത് മൊത്തം സ്വർണത്തിന്റെ ആണല്ലോ. ഇതെല്ലാം ഇനി എന്റെയാണ്. എന്റേത് മാത്രം. ഓ ബല്ലേ 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 ബല്ലേ. ബല്ല ബല്ല ചേട്ടാ, ഇവിടുന്ന് സ്ഥലം കാലിയാക്ക. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യും? പിടിക്കില്ല. അതെ, ഈ സ്ഥലം ഫുർഫുറി നഗരത്തിന്റെയാണ്. ഇതിൽ യാതൊരു അവകാശവും നിങ്ങൾക്ക് ആർക്കുമില്ല. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ തല്ലുകൂടൽ നിന്ന് നിർത്തുന്നുണ്ടോ? നിക്കൂ, ഞങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വിട്, എന്റെ സുഹൃത്തിനെ വിടാനാ പറഞ്ഞേ. ഹലോ ചിങ്ങൻ സാറേ, ഒന്ന് വേഗം വരൂ. യുവമാരൊക്കെ ഞങ്ങൾ ഇടിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ? സ്ഥലം പറ. നിങ്ങൾക്കിപ്പോ സ്ഥലത്തിനെ കുറിച്ചാണ് ചിന്ത. ഞങ്ങൾ ഇവിടെ ഇടികൊണ്ട് ചാവാറായി. വേഗം വാ. ഓ സോറി ഐ എം സോറി. ഞാൻ ഇപ്പൊ തന്നെ വരാം. പക്ഷെ സ്ഥലം എവിടെയാണ്? എല്ലാവരും നിർത്തൂ. ഇവിടെയുള്ള കാറ്റർപില്ലറിനെയും പൂമ്പാറ്റകളെയും ആരും തൊടാൻ പാടില്ല. ആദ്യം നിന്റെ ദേഹത്ത് കൈവെക്കൂ, എന്നിട്ട് അതിനെ പറ്റി ആലോചിക്കൂ. അല്ലേ കൂട്ടുകാരെ? പത്തിലും എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. വെറും വയറ്റില് എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. മോട്ടു ഇന്നാ പിടിച്ചോ, സമൂസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങിക്കോ. മാറി നിൽക്കേ.
തോറ്റിരിക്കുന്നു. നിങ്ങൾ ജയിച്ചിരിക്കുന്നു മോട്ടു പത്തലു. നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ഈ സ്ഥലം ഫുർഫുറ നഗരത്തിന്റെയാ. നമ്മൾ ഈ വലിയ ഗുഹയെ ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാൻ വേണ്ടി പോകുകയാണ്. പൂമ്പാറ്റകളെയും കാറ്റർ പില്ലറുകളെയും ആരും ഉപദ്രവിക്കാൻ പാടില്ല. ടൂറിസ്റ്റുകളുടെ നിന്ന് വാങ്ങിക്കുന്ന ടിക്കറ്റിന്റെ പൈസ കൊണ്ട് നമ്മൾ ഫുർഫുറി നഗരത്തിന് വികസനം കൊണ്ടുവരും. മോട്ടുവും പത്തലൂരും അവരുടെ ധൈര്യവും അവരുടെ സത്യസന്ധതയ്ക്കുമായി ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. Watch India's largest kids library only on Jio Hotstar. Download the app now.